ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വ്യത്യസ്ത രുചികളിലുള്ള 3 ലൈം ജ്യൂസാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലൈം ജ്യൂസാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. പൈനാപ്പിൾ ലൈം ജ്യൂസ്, ഓറഞ്ച് ലൈം ജ്യൂസ്, മിൻറ്റ് ലൈം ജ്യൂസാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇനി ഈ ലൈം ജ്യൂസുകളൊക്കെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ചിയാ സീഡ് ഡബിളായിട്ട് വരും. ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് ഓറഞ്ച് ലൈം ജ്യൂസാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം. അപ്പോൾ ആ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു സീഡ് വരും, അത് നമുക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ലൈം ജ്യൂസിനൊരു കയ്പ്പ് വരും. അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും സീഡ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 പേർക്ക് കുടിക്കാനുള്ള ലൈം ജ്യൂസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ്. അതൊരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ അതാ ഓറഞ്ച് വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ ലൈം ജ്യൂസാണ്. അപ്പോൾ അതാ കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതും ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് മിൻറ്റ് ജ്യൂസാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൻറ്റ് കുറച്ചെടുത്തിട്ടുണ്ട്. അത് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. അങ്ങനെ മിൻറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലൈം ജ്യൂസുകളാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ 3 ഗ്ലാസ്സിലേക്ക് ഞാൻ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ഗ്ലാസ്സിലേക്ക് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മിൻറ്റ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ 3 ലൈം ജ്യൂസും അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.